കുരിശുയാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും എന്ന് പരിശുദ്ധനായ സിറിയോൻ എന്ന് പ്രവചിച്ചു. കണ്ണീരോട് വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. 4ാം സ്ഥലത്തെ വിചിന്തനത്തിനായിട്ട് നമ്മുടെ സൺഡേ സ്കൂൾ വിശ്വാസ പരിശീലന വിദ്യാർത്ഥിയായ ഡാൻ ആനിത്തോട്ടത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രവാചക വചസ്സുകളുടെ പൂർത്തീകരണം. കുരിശിന്റെ വഴിയിലെ 4ാം സ്ഥലത്ത് ഇതാ ഹൃദയത്തിൽ തുളച്ചു കയറിയ വാളുമായി തീവ്രവേദനയുമായി ഒരമ്മ. ചോരനെ പോലെ പിടിച്ച് ക്രൂരമോട് കരം കെട്ടി മഹാ അപരാധി എന്ന നിലയിൽ കൊലക്കളത്തിലേക്ക് തൻ്റെ അരുമസുദ്ധനെ നയിക്കുന്നത് അമ്മ കാണുന്നു. താൻ സ്നേഹവും കരുതലും നൽകി വളർത്തിയ മകൻ. നീ ആർക്കും ഒരു സങ്കടവും വരുത്തിയില്ലല്ലോ. പിന്നെ ഇവർക്ക് നിന്നോട് എന്താണ് ഇത്ര വൈരാഗ്യം? നിന്ദവാക്കുകളും അപമാനവും ആക്ഷേപശരങ്ങളും എഴുതി വിടുന്നവർക്ക് നേരെ വ്യാകുലപ്പെട്ടുകൊണ്ട് നുറങ്ങിയ ഹൃദയത്തോടെ പരിശുദ്ധ അമ്മ. ഇതൊക്കെയാണെങ്കിലും അമ്മ നിലവിളിക്കുകയോ പേടിച്ച് പിന്തിരിഞ്ഞോടുകയോ ബോധരഹിതയാവുകയോ ചെയ്തില്ല. പകരം അവർ കണ്ണുകളിലേക്ക് പരസ്പരം നോക്കി. അഗാധമായ ദുഃഖവും പൂർണ്ണമായ കീഴടങ്ങലും നിറഞ്ഞ ഒരു നോട്ടം. ദൈവഹിതം നിറവേറ്റുവാൻ പുൽക്കൂട് മുതൽ കാൽവരി വരെ യേശുവിൻ്റെ കൂടെയുണ്ടാവും എന്ന ഉറപ്പ് അമ്മയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കുരിശിൻ്റെ വഴിയിൽ നിരവധി തവണ യേശു വീണുപോയതെന്ന് ആ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കുരിശിൻ്റെ വഴിയിലെ ഈ പരിശുദ്ധ സ്ഥലത്തായിരിക്കുമ്പോൾ നമുക്ക് കഴിയണം. അതെ, നമ്മുടെ അസൂയയുടെ, ദുശീലങ്ങളുടെ, ദുരാശകളുടെ, വെറുപ്പിൻ്റെ, സമ്പത്തിനോടും ഭക്ഷണത്തോടും ലഹരി വസ്തുക്കളോടും സാമൂഹിക മാധ്യമങ്ങളോടുമുള്ള അമിതാവേശത്തിൻ്റെയൊക്കെ വീഴ്ചകൾ. ഈ വീഴ്ചകളിൽ നിന്നൊക്കെ ലോകരെ പിടിച്ചെഴുന്നേൽപ്പിക്കാനാണല്ലോ കുരിശിൻ്റെ വഴിയിലൂടെ ഞാൻ ഇങ്ങനെ നീങ്ങുന്നത്. അമ്മയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി ഈ 4ാം സ്ഥലത്ത് വെച്ച് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. സ്നേഹമെന്നാൽ വേദനിപ്പിക്കുന്നവൻ്റെയും ഇരുട്ടിൽ തപ്പിത്തടയുന്നവൻ്റെയും മുൻപിലുള്ളവ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ ഉഴലുന്നവരുടെയും കൂടെ നിൽക്കുക എന്നതാണ്. അതെ, കഷ്ടപ്പെടുന്നവരുടെ കൂടെ, അപമാനിക്കപ്പെടുന്നവരുടെ കൂടെ, ആരും മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കപ്പെടുന്നവരുടെ കൂടെ മാതാവ് തിരുക്കുമാരൻ്റെ കൂടെ നിന്നതുപോലെ നമുക്കുമായിരിക്കാം. അമ്മയുടെയും മകൻ്റെയും ഈ കൂടിക്കാഴ്ച കണ്ണുകളുടെ വെറും കൂടിക്കാഴ്ചയല്ല, മറിച്ച് ഹൃദയങ്ങളുടെ കൂടിക്കാഴ്ചയാണ്. അമ്മയുടെ സാന്നിധ്യവും നിശബ്ദതയും ഉറപ്പുള്ള സ്നേഹവും തീവ്രവേദനയിൽ മുന്നോട്ട് നീങ്ങുവാൻ യേശുവിന് ബലം നൽകി. തൻ്റെ മനോധൈര്യവും ആത്മാവിൻ്റെ തേജസ്സും കൊണ്ട് ഈ സഹന നിമിഷത്തെ അമ്മയും പുൽകി. അതെ, സഹനം പരിശുദ്ധമാണ്. ഏത് സഹന സാഹചര്യത്തിലും വിശ്വസ്തത കൈവിടാതെ അമ്മയുടെ മാതൃക നമുക്കും പിൻചെല്ലാം. വീണ് പോയവരെ എഴുന്നേൽപ്പിക്കാൻ വിളിക്കപ്പെട്ടവരായ നമുക്കും മാതാവിനെ പോലെ മറ്റുള്ളവർക്ക് സ്നേഹ സാന്നിധ്യമായിരിക്കാം. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സകലത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ